സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ പരിമിതമായ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സമഗ്രമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളെയും തൊട്ടുകൊണ്ട് എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നാം ഇന്ന് കണ്ടത്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ 10-30 വർഷത്തോളം ഇനി ഉള്ള കാലഘട്ടത്തിൽ മുന്നിൽ നിന്ന് നോക്കിക്കൊണ്ട് ആ വരും കാലങ്ങളിലും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉള്ള മിനിമം റിസോഴ്സസ് മാക്സിമം അടുത്തേക്ക് എത്തി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും അത് വ്യാപാരികൾക്കും വ്യവസായികൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ അടിസ്ഥാന വികസന സൗകര്യത്തിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടതാണ്. നാഷണൽ ഹൈവേയുടെ പുരോഗതി 40-40 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നാഷണൽ ഹൈവേ നമ്മുടെ പോലും വിദേശ രാജ്യങ്ങൾക്ക് പിടിക്കുന്ന തരത്തിലാണ് ആ ഹൈവേ വന്നിട്ടുള്ളത്. അപ്പോൾ 600 കിലോമീറ്ററോളം സ്ട്രെച്ചിൽ കേരളത്തിലെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഹൈവേ വന്നു. അതേപോലത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്രയും പൈസകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെലവഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലോക്കലുള്ള കടകൾക്കും ഈ കേരളത്തിലെ വ്യാപാരികൾക്കും വ്യവസായികൾക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. സംസ്ഥാന ബഡ്ജറ്റിനെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി, യങ് എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സംരംഭങ്ങൾ, ഇതിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി കണ്ടു. അപ്പോൾ ഈ മേഖലയിലുള്ള വേഗത്തിലുള്ള മുന്നോട്ട് പോക്കിന് ബജറ്റിലെ ഈ നിർദ്ദേശങ്ങളും ബജറ്റിലെ പദ്ധതി വകയിരുത്തലും വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവായി പറയാനുള്ളത്. ഒപ്പത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം പല സ്കോളർഷിപ്പുകളും പ്രത്യേകിച്ച് പിന്നാക്കക്ഷേമ സ്കോളർഷിപ്പുകൾ നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്കോളർഷിപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. അത് യുവാക്കളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നവർക്കും വലിയ പിന്തുണയും വലിയ പ്രതീക്ഷയുമാണ് നൽകുന്നത്.